രാഹുലിനെ പിന്തുണച്ച് UDF, LDFിന്റെയും CPMന്റെയും രാഹുലിനെ അയോഗ്യനാക്കാനുള്ള നീക്കം വളഞ്ഞ വഴിയിലുള്ള മോശകരമായ രാഷ്ട്രീയ കളി. അതായത് രാഹുൽ കുറ്റാരോപിതൻ മാത്രമാണ്, കുറ്റക്കാരനായിട്ടില്ല. ഓൾറെഡി ലഭ്യമായ കോടതി വിധികളെല്ലാം രാഹുലിന് അനുകൂലമാണ്. പീഡനം നടന്നിട്ടില്ല എന്നാണ് കോടതി പല കേസുകളിലും അഭിപ്രായപ്പെട്ടത്. മേൽക്കോടതികളിൽ നിന്നടക്കം ഹൈക്കോടതിയിൽ നിന്നടക്കം അനുകൂല പരാമർശങ്ങളാണ് രാഹുൽ നേടിയത്. എന്നിട്ടും പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയിൽ വെച്ച് രാഹുലിനെ ആക്രമിക്കാൻ CPM ഒരുങ്ങുമ്പോൾ അതിനെ എതിർക്കാൻ UDF വളരെ പോസിറ്റീവായ വാർത്തയാണ്. ശരിക്കും കോൺഗ്രസും UDFും കുറെ കൂടെ ശക്തമായി രാഹുലിനെ പിന്തുണയ്ക്കേണ്ടതായിരുന്നു. രാഹുലിനെ പോലെ ജനപിന്തുണയുള്ള ഇത്രമാത്രം ജനങ്ങൾക്ക് രാഹുലിനെ മനസ്സിലായി എന്നുള്ളതാണ് ഇതിന്റെ സത്യം. ആ ജനകീയ അടിത്തറയും മറ്റുമുള്ള രാഹുലിനെ, നിരപരാധിയായ രാഹുലിനെ അങ്ങനെ കുടുക്കാൻ വിട്ടുകൊടുക്കരുത്. UDFിന്റെ ഈ തീരുമാനം വളരെ സ്വാഗതാർഹമാണ്. രാഹുലിനെതിരായ അയോഗ്യതാ നീക്കത്തെ നിയമസഭയിൽ UDF എതിർക്കും. UDF പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് തീരുമാനം. ഫസ്റ്റ് ഓൺ മനോരമ ന്യൂസ്. സനകൻ വേണുഗോപാൽ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അല്പസമയത്തിനകം തന്നെ ചേരും. എന്തായാലും ജാമ്യം കിട്ടി. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താണ്, കോൺഗ്രസ് പാർട്ടിയിൽ നിന്നൊക്കെ പുറത്താക്കിയിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഈ അയോഗ്യതാ നീക്കത്തെ UDF എതിർക്കുന്നത് എന്നുള്ളത് മാധ്യമങ്ങളുടെ വിമർശനം പേടിച്ചാണ്. CPMും BJP ആണെങ്കിൽ ചെയ്യില്ല, ഈ കേഡർ പാർട്ടികളാണെങ്കിൽ ചെയ്യില്ല. പക്ഷേ മാധ്യമങ്ങളുടെ വിമർശനം പേടിച്ചാണ് കോൺഗ്രസ് അടക്കം ചെയ്തത്. കോൺഗ്രസ്സുകാർക്ക് നല്ലൊരു ഭാഗത്തിന് അറിയാം രാഹുൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടന്നത് എന്നുള്ളത് കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. അതിനാണ് ഈ രാഹുലിന്റെ അയോഗ്യതാ നീക്കത്തെ UDF എതിർക്കുന്നത്. കോൺഗ്രസിനും മുസ്ലിം ലീഗിനും സല്യൂട്ട്, ബാക്കി പാർട്ടികൾക്കും UDFിലെ പാർട്ടി CMP അടക്കമുള്ള കേരള കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾക്ക് സല്യൂട്ട്. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അതായത് രാഹുലിനെ അയോഗ്യത കൽപ്പിക്കാനുള്ള ഒരു നീക്കവുമായിട്ടാണ് ഇപ്പോൾ സർക്കാർ അല്ലെങ്കിൽ ഭരണപക്ഷം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് എത്തിക്സ് കമ്മിറ്റിയിൽ DK മുരളിയുടെ ഒരു പരാതി വരുന്നു. ആ പരാതിയിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ കോൺഗ്രസ് ഇതുവരെ എടുത്തിരുന്ന ഒരു സമീപനം രാഹുലിനെ സംരക്ഷിക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു. ആ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം സൂചിപ്പിക്കുന്നത്. അതായത് രാഹുലിനെ സസ്പെൻഡ് ചെയ്യുകയും ഗുരുതരമായ രണ്ടാമത്തെ ആരോപണം പാർട്ടിക്ക് മുമ്പാകെ വന്നതോടുകൂടി അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തു. മൂന്നാമത്തെ പരാതിയിൽ സർക്കാർ കേസെടുക്കുകയും തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിലൊന്നും തന്നെ ഞങ്ങൾക്കൊരു എതിർപ്പുമില്ല എന്നുള്ളതാണ്. രാഹുലിനെ നിയമത്തിന്റെ വഴിയിൽ തന്നെ നേരിട്ടോട്ടെ, ആ നിയമത്തിന്റെ വഴിയിൽ രാഹുൽ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കണം. കമ്മിറ്റിയിലൂടെ അദ്ദേഹത്തെ അയോഗ്യനാക്കാനുള്ള ഒരു നീക്കം നടത്തുന്നത് ശരിയല്ല എന്നുള്ള നിലപാടാണ് കോൺഗ്രസും UDFും ഒറ്റക്കെട്ടായി എടുത്തിരിക്കുന്നത്. കാരണം ഇന്നലെ നിയമസഭയ്ക്കുള്ളിൽ UDFിന്റെ പാർലമെന്ററി പാർട്ടി ചേർന്നപ്പോൾ ഈ വിഷയം പ്രത്യേക പരിഗണനയ്ക്ക് തന്നെ എടുത്തുകൊണ്ടാണ് വിഷയം ചർച്ച ചെയ്തത്. ആ ചർച്ച ചെയ്തപ്പോഴാണ് ഇങ്ങനെ പുറത്താക്കുന്ന ഒരു നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ ശക്തമായി തന്നെ അതിനെ എതിർക്കാനും നിയമപരമായി തന്നെ വേണമെങ്കിൽ അതിനെ എല്ലാ രീതിയിലും എതിർക്കാനുള്ള ഒരു തീരുമാനമെടുത്തത്. കാരണം കീഴ്വഴക്കങ്ങളില്ലാത്ത ഒരു നടപടിയാണ്. മുൻപ് KR ഗൗരിയമ്മയെ വളരെയധികം അപഹസിക്കുന്ന തരത്തിൽ, അപമാനിക്കുന്ന തരത്തിൽ ഒരു പ്രതികരണം PC ജോർജ് നടത്തിയപ്പോൾ അത് എത്തിക്സ് കമ്മിറ്റി അദ്ദേഹത്തെ ശാസനാക്കുന്ന നടപടികൾ ആലോചിച്ചിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ 1 വർഷം നീണ്ട നടപടികൾക്കൊടുവിൽ PC ജോർജിനെ ശാസിക്കുകയാണ് ചെയ്തത്. അപ്പോൾ രാഹുലിന് യഥാർത്ഥത്തിൽ ആലോചിക്കുക, രാഹുൽ കുറ്റാരോപിതൻ മാത്രമാണ്. ആ കുറ്റാരോപിതൻ തന്നെ ആ കുറ്റങ്ങൾ നിലനിൽക്കില്ല, പീഡനാരോപണം അടക്കമുള്ള കുറ്റങ്ങൾ നിലനിൽക്കില്ല എന്ന് ആദ്യ കേസിൽ കോടതി, രണ്ടാമത്തെ കേസിൽ സംശയം പ്രകടിപ്പിച്ചു, മൂന്നാമത്തെ കേസിൽ ഇപ്പം ജാമ്യം കിട്ടി. ഹൈക്കോടതിയുടെ അടക്കം വ്യത്യസ്ത കേസുകളിൽ അനുകൂല പരാമർശവും. അപ്പൊ രാഹുലിന് അതിശക്തമായ രീതിയിൽ തിരിച്ചുവരവിനുള്ള കളമൊരുങ്ങുകയാണ്. എന്തായിരിക്കും തീരുമാനം? എന്തായാലും ഈ സമ്മേളന കാലത്ത് അത് സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധ്യതയില്ല എന്നുള്ളതായിരുന്നു ഇന്നലെ വന്ന വിവരങ്ങൾ. എന്തായാലും കോൺഗ്രസ് അവരുടെ നിലപാട് ഒരിക്കൽ കൂടി ഇതിൽ വ്യക്തമാക്കുകയാണ്. ആ ഒരു തീരുമാനത്തോട്, അതായത് അയോഗ്യനാക്കുക എന്നുള്ള തീരുമാനത്തോട് യോജിക്കേണ്ട എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നടപടി എടുത്തിട്ടുണ്ട്. അതിൽ നല്ല സ്ട്രോങ് നിലപാടാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും കിടിലം. രാഹുൽ തിരിച്ചു വരണം. രാഹുൽ കോൺഗ്രസിന്റെയും കൂടി അനുമതിയോടുകൂടി പാലക്കാട് നിന്ന് മത്സരിക്കണം. ചിലപ്പോൾ സ്വതന്ത്രനായിട്ടായിരിക്കും. പാലക്കാട് ജയിക്കണം. നാളെ രാഹുൽ മാത്രമല്ല, ഇങ്ങനെ അനീതി നേരിടുന്ന കോൺഗ്രസ്, CPM, BJP ആരാണെങ്കിലും നമ്മൾ അവരെ പിന്തുണയ്ക്കണം. നമുക്ക് അങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല. നാളെ ഒരു CPM MLA ആണ് ഇതേപോലെ അനീതി നേരിടുന്നെങ്കിൽ, BJP MLA ആണ് നേരിടുന്നെങ്കിൽ, മുസ്ലിം ലീഗിന്റെ MLA ആണ് നേരിടുന്നെങ്കിൽ നമ്മൾ അനുകൂലിക്കണം. കാര്യം വ്യാജ പരാതികൾ നമ്മുടെ സിസ്റ്റത്തെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറാണ്. ഈ രാഹുലിനെതിരെ കടലുപോലെ ആൾക്കാർ വ്യാജ പരാതി ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കോടതിയുടെ ഒബ്സർവേഷൻസ് ആണ് ഞാൻ പറയുന്നത്. ആദ്യ കേസിൽ പീഡനാരോപണം ഇപ്പോൾ നിലനിൽക്കില്ല എന്നാണ് കോടതിയുടെ പ്രഥമ ദൃഷ്ടിയുള്ള നിരീക്ഷണം. രണ്ടാമത്തെ പരാതി സംശയം രേഖപ്പെടുത്തി, മൂന്നാമത്തെ പരാതിയിൽ ജാമ്യം കിട്ടി. ഇനി മേൽക്കോടതികളിലേക്കടക്കം അത് പോകുന്നുണ്ടായിരിക്കും. അപ്പൊ രാഹുലിന് പിന്തുണ കൊടുക്കേണ്ടത് ഓരോ മലയാളിയുടെയും ഉത്തരവാദിത്തമാണ്.